ഹലോ ഓൾ, ഈ റെക്കോർഡഡ് സെഷൻസിൽ ISRO ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ്. സോ പല ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ സയൻസിലെ പല ടോപ്പിക്സിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ISRO ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷൻ സെഷനാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the child node or nodes of node 17 in the array representation of the binary tree given below. ഓക്കെ, സോ നമുക്കറിയാം ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. നമുക്കറിയാം ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പം ഏതൊരു ഡേറ്റ സ്ട്രക്ചറിനെയും നമുക്ക് അറേ റെപ്രസെൻറ്റേഷനിലും കൂടെയും ചെയ്യാൻ പറ്റും, ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനിലും കൂടെയും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ബൈനറി ട്രീ ഡേറ്റ സ്ട്രക്ചറിന്റെ അറേ റെപ്രസെൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. അതിനകത്ത് നോഡ് 17ന്റെ ചൈൽഡ് നോഡ്സ് ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോഡ് 17 നോക്കിയാൽ നോഡ് 17 സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ 5th ലൊക്കേഷനിലാണ്. അറേയിലെ 5th ലൊക്കേഷനിലാണ് നോഡ് 17 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ നോഡ് 17ന്റെ ചൈൽഡ് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു നോഡ് ഇൻഡെക്സ് ഐയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് 2 × I ആയിരിക്കും. റൈറ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് 2 × I + 1 ആയിരിക്കും. ഓക്കെ, ഒരു നോഡ് ഇൻഡെക്സ് ഐയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് വാല്യൂ 2 × I ആയിരിക്കും. റൈറ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂ 2 × I + 1 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ നോഡ് 17 സ്റ്റോർ ചെയ്തിരിക്കുന്നത് 5th പൊസിഷനിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം I എന്ന് പറയുന്നത് I എന്ന് പറയുന്നതാണ് 5 അല്ലേ? അപ്പം I = ഞാൻ എഴുതിക്കോട്ടെ, I = 5 ആണെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? 2 × I. 2 × I എന്ന് പറയുമ്പോൾ ഏതായിരിക്കും പൊസിഷൻ? 2 × 5 = 10 ആയിരിക്കും പൊസിഷൻ. I 5 ആണെങ്കിൽ 2 × I എന്ന് പറയുന്നത് 2 × 5 that is 10 ആയിരിക്കും. അപ്പം റൈറ്റ് ചൈൽഡോ 2 × I + 1 അല്ലേ? അപ്പൊ 2 × I + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 + 1 11 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഈ 10th പൊസിഷനിൽ കണ്ടോ, 10th പൊസിഷനിൽ എലമെന്റ് ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് 17 നോഡിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. ദെൻ 11th പൊസിഷൻ നോക്കിയ എലമെന്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 18 ആണ്. 18 ആണ്. അപ്പൊ ദാറ്റ് മീൻസ് 17 നോഡിന്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 18 ആണ്. 17 നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് വാല്യൂ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? ചൈൽഡ് നോഡ് ഓഫ് നോഡ് 17 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 18 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? എ നോഡ് അറ്റ് ഇൻഡെക്സ് I ആണെങ്കിൽ its left child is stored at index 2 × I and its right child is stored at index 2 × I + 1. ഈ ഫോമിൽ ഓർത്തിരുന്നാൽ നമുക്ക് ഏതൊരു റെപ്രസെന്റേഷന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സോർട്ടിംഗ് അൽഗോരിതം ഇംപ്ലിമെന്റഡ് ബൈ ദ ഫോളോയിങ് കോഡ്. ഒരു കോഡ് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സോർട്ടിംഗ് അൽഗോരിതം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വിക്ക് സോർട്ട്, ബബിൾ സോർട്ട്, ഹീപ്പ് സോർട്ട് ആൻഡ് നൺ ഓഫ് ദി എബോവ്. സോ വി ഓൾ നോ ക്വിക്ക് സോർട്ട് ഈസ് എ റിക്കേഴ്സീവ് പ്രൊസീജിയർ. And heap sort is also a recursive procedure, whereas bubble sort is an iterative procedure. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, റിക്കേഴ്സീവ് കോൾസ് ഒന്നുമില്ല. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് റിക്കേഴ്സീവ് കോൾസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് 2 ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഒരു കമ്പാരിസൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. കമ്പാരിസൺ ചെയ്തിട്ട് ദെൻ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ആണ്. ഇപ്പൊ റിക്കേഴ്സീവ് കോൾസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ക്വിക്ക് സോർട്ടിന്റെ അൽഗോരിതം അല്ല, ഹീപ്പ് സോർട്ടിന്റെ അൽഗോരിതം അല്ല. അപ്പൊ ഇനി ബബിൾ സോർട്ടിന്റെ അൽഗോരിതം ആണോ അതോ നൺ ഓഫ് ദി എബോവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ ബബിൾ സോർട്ട് കൺസെപ്റ്റ് അനുസരിച്ച് ബബിൾ സോർട്ട് കൊണ്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തെ ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ പ്രോപ്പർ ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ബബിൾ സോർട്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സോ അപ്പോൾ ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ബബിൾ സോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബബിൾ സോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ എലമെന്റ് ബാക്കി എല്ലാ എലമെന്റ്സുമായിട്ടും കമ്പയർ ചെയ്യും ഫസ്റ്റ് പാസിൽ. എന്നിട്ട് ഇതിനകത്ത് ലാർജസ്റ്റ് എലമെന്റ് ഏതാ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ലാർജസ്റ്റ് എലമെന്റ് ലാസ്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യും. ദെൻ സെക്കൻഡ് പാസ് വരുമ്പം ലാസ്റ്റ് ലൊക്കേഷനിൽ ലാർജസ്റ്റ് എലമെന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഫസ്റ്റ് പൊസിഷൻ മുതൽ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ വരെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ പാസിലും ചെക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഐ ലൂപ്പ് 0 മുതൽ n-1 വരെ പോവും. ദെൻ ജെ ലൂപ്പ് 0 മുതൽ n-i-1 വരെയാണ് പോകുന്നത്. കാരണം ഓരോ ഐ കൂടുന്ന അനുസരിച്ചും ജെ ലൂപ്പിനകത്തുള്ള കമ്പാരിസൺ നമ്പേഴ്സ് എലമെന്റ്സ് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഐ കൂടുമ്പോൾ ആ ഐ വാല്യൂ ജെ ലൂപ്പിന്റെ നകത്ത് നമ്മൾ കുറച്ചാ വരുന്നത്. അപ്പൊ ഐ ലൂപ്പ് 0 മുതൽ n-1 വരെ പോവും. ജെ ലൂപ്പ് 0 മുതൽ n-i-1 വരെ പോവും. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കിയേ, ഐ ലൂപ്പ് n-1 വരെയാണ് പോകുന്നത് അല്ലെ. ഐ ലൂപ്പ് n ആവുമ്പോഴത്തേക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ജെ ലൂപ്പോ n-i-1 n-i-1 ആകുമ്പോഴത്തേക്കും ജെ ലൂപ്പ് പുറത്ത് വരും. ഓക്കെ, അപ്പൊ ഈ ലോജിക്ക് അനുസരിച്ച് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ഏതാണ്? ബബിൾ സോർട്ട് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ബബിൾ സോർട്ട് ഒരു ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ആണ്. മറ്റ് ഐറ്ററേറ്റീവ് പ്രൊസീജിയേഴ്സ് വരുന്ന സോർട്ടിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത് ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ഇതെല്ലാം ഐറ്ററേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. വേറെ ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്, മെർജ് സോർട്ട് ഇതെല്ലാം റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ആ കോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഐറ്ററേറ്റീവ് ആണോ റിക്കേഴ്സീവ് ആണോ നോക്കിയിട്ട് അത് വെച്ച് തന്നെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ കോഡ് അനുസരിച്ച് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ പ്രോപ്പർ ലൊക്കേഷനിൽ പ്ലേസ് ആയിട്ടുണ്ടാകും. ഓക്കെ, പാസ് 1 കഴിയുമ്പോൾ കണ്ടോ, പാസ് 1 കഴിയുമ്പോൾ നമ്മുടെ അറേ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലാർജസ്റ്റ് എലമെന്റ് 8 ആയിരുന്നു. 8 അതിന്റെ പ്രോപ്പർ ലൊക്കേഷനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാസ് കഴിയുമ്പോൾ എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് എന്താ ഇതിനകത്ത്? 5. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ പ്രോപ്പർ ലൊക്കേഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പാസ് കഴിയുമ്പോൾ തേർഡ് ലാർജസ്റ്റ് എലമെന്റ് എന്താ? 4. അപ്പോൾ തേർഡ് ലാർജസ്റ്റ് എലമെന്റ് പ്ലേസ് ആയി. ദെൻ അതിനുശേഷം ഇത് സോർട്ടഡ് ആണ്. അപ്പൊ ഫോർത്ത് പാസ് കഴിയുമ്പം 2ഉം പ്ലേസ്ഡ് ആയി. അങ്ങനെയാണ് നമ്മുടെ ഈ അറേ സോർട്ടായി വരുന്നത്. ബബിൾ സോർട്ടിന്റെ പ്രത്യേകത, ആഫ്റ്റർ ഈച്ച് ഐറ്ററേഷൻ ലാർജസ്റ്റ് എലമെന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ ലൊക്കേഷൻ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു അറേ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ ആണ്. അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ മെട്രിക്സ് നമുക്ക് ഒരു അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അറേക്കകത്ത് സിമിലർ ഡേറ്റ എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അറേ എന്ന് പറയുന്ന ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇതും കറക്റ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് ഓഫ് ഡേറ്റ ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, അറേ സംബന്ധിച്ചോളം നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഏത് ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു അറേ എടുക്കാം. ഓക്കെ, 4 എലമെന്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു അറേ എടുത്തു. ലെറ്റ് ദാറ്റ് അറേ നെയിം ബി എ. അപ്പൊ അറേയുടെ എല്ലാവർക്കും അറിയായിരിക്കും, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് 0 ആണ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ബൈ ഡിഫോൾട്ട് 0 ആണ്. ദെൻ ഫസ്റ്റ് ഇൻഡെക്സ്, ദെൻ സെക്കൻഡ് ഇൻഡെക്സ്, ദെൻ തേർഡ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ എ ഓഫ് ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ നമ്മൾ എങ്ങനെ റിട്രീവ് ചെയ്യും? അറേ നെയിം ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ ഇൻഡെക്സ് വാല്യൂ പറഞ്ഞു കൊടുത്താൽ മതി.
അപ്പൊ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റ് എന്താണോ അത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇവിടെ 0th പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റ് ഏതാ? 1 നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏത് ഇൻഡെക്സ് പൊസിഷൻ കൊടുത്താലും ആ ഇൻഡെക്സ് പൊസിഷനിലുള്ള എലമെന്റ് നമുക്ക് റിട്രീവ് ചെയ്യാം. സപ്പോസ് ഞാൻ എ ഓഫ് 3 കൊടുക്കുവാണ്. ഓക്കെ, എ ഓഫ് 3 കൊടുക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന അറയിൽ 3rd പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. 3rd പൊസിഷനിലെ വാല്യൂ ഏതാണ്? 4. കണ്ടോ? അപ്പോൾ നമുക്ക് റാൻഡം ആക്സസ് അലൗഡ് ആണ് അറയിൽ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എലമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. റാൻഡം ആക്സസ് അലൗഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ അറയെ സംബന്ധിച്ചുള്ള ഇൻകറക്റ്റ് ആൻസർ. സോ ദിസ് ഈസ് അവർ correct answer for this question. Identify the incorrect statement related to array data structure. Array ഒരു matrix array വെച്ച് represent ചെയ്യാൻ പറ്റും. Array is a collection of similar elements ആണ്. Array is a linear data structure ആണ്. But random access is also allowed in case of arrays. Random access not allowed എന്നാണ് നമ്മുടെ choice. So this is the correct solution for this question. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ഇന്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐ എന്നൊരു വേരിയബിൾ 0ക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു, സം എന്നൊരു വേരിയബിൾ 0ക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഐ ലൂപ്പ് 1 മുതൽ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. 11 ആവുമ്പോൾ ഐന്റെ വാല്യൂ 11 ആവുമ്പോൾ ലൂപ്പ് എക്സിറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ജസ്റ്റ് ഇൻക്രിമെന്റഡ് ബൈ 1. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഇൻക്രിമെന്റിങ് ബൈ 1. അപ്പൊ ഇനിഷ്യലി ഐന്റെ വാല്യൂ 1 ആണ്. ദെൻ ഐന്റെ വാല്യൂ 2 ആവും. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 2 ആവും. ദെൻ ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 3 ആവും. എക്സെട്ര എക്സെട്ര എക്സെട്ര. ഐന്റെ വാല്യൂ 10 ആവും. ദെൻ ഐന്റെ വാല്യൂ 11 ആവുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പൊ ഓരോ ഐ വാല്യൂ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സം വേരിയബിൾ അത് ഐ വെച്ച് കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ഇനിഷ്യലി സമ്മിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 പ്ലസ് 1 ദെൻ പ്ലസ് 2 പ്ലസ് 3 എക്സെട്ര അപ് ടു പ്ലസ് 10 വരെയാണ്. 11 ആകുമ്പോൾ ലൂപ്പ് എക്സിറ്റ് ആവാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് കോഡ് ഈസ് ജസ്റ്റ് ഫോർ adding first 10 natural numbers. 1 plus 2 plus 3 plus etc plus 10ന്റെ കോഡാണ് ഇത്. സോ നമുക്കറിയാം ആഡിങ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഫോർമുല n into n plus 1 by 2 ആണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഫോർമുല n into n plus 1 by 2 ആണ്. ഇവിടെ n-ന്റെ വാല്യൂ 10 ആണ്. സോ 10 into n plus 1 that is 11. 10 into 11 by 2 the answer is 55. Sum of first n natural numbers in the formula n into n plus 1. ഈ കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 55. Next question. Which one of the following is not a part of ACID properties of database transactions? എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് ACID properties. ACID properties എന്ന് പറയുന്നത് ഏതാണ്? A stands for atomicity acid properties. Acid properties വളരെ ഫെമിലിയർ ആയിട്ടും വളരെ ഫ്രീക്വന്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. A stands for atomicity, C stands for consistency, I stands for isolation and D stands for durability. അതാണ് ആസിഡ് പ്രോപ്പർട്ടീസ്. A atomicity, consistency, isolation and durability. അപ്പൊ ഇവിടെ കൺസിസ്റ്റൻസി ഉണ്ട്, ഐസൊലേഷൻ ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. അറ്റോമിസിറ്റി അല്ല, പകരം ആപ്ലിക്കബിലിറ്റി ആണ്. സോ അപ്പൊ ഇതാണ് തെറ്റ്. ആസിഡിനെ സംബന്ധിച്ചോളം A സ്റ്റാൻഡ്സ് ഫോർ അറ്റോമിസിറ്റി, ഇവിടെ തന്നിരിക്കുന്ന ആപ്ലിക്കബിലിറ്റി ആണ്. സോ ഇതാണ് തെറ്റ്. സോ ദിസ് ഈസ് ദി കറക്റ്റ് സൊല്യൂഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ. കാരണം ചോദിച്ചിരിക്കുന്നത് എന്താ? നോട്ട് എ പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടി ആണ്. സോ this is the correct solution. In C++, which operator cannot be overloaded? എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഏത് ഓപ്പറേറ്റർ ആണ് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്തത്? cannot be overloaded. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? പ്ലസ്, ലെസ് ദാൻ സിമ്പിൾ, ഡബിൾ ആംപർസെന്റ് സിമ്പിൾ ആൻഡ് ഡബിൾ കോളൻ. ഡബിൾ കോളൻ സിമ്പിൾ എന്ന് പറയുന്ന ഏതാണ്? ഡബിൾ കോളൻ സിമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. സോ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് ഗ്ലോബൽ വേരിയബിൾസ്
ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദെൻ ഒരു ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സിനെ ക്ലാസ്സിനകത്തുള്ള മെമ്പർ ഫങ്ഷൻസിനെ ക്ലാസ്സിന് പുറത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ ക്ലാസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ പല ഡീഫോൾട്ട് യൂസസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററിനെ C++നകത്ത് ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിനകത്ത് സൊല്യൂഷൻ. വൈ? ബിക്കോസ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ കുറെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് അതിനുണ്ട്. അതുകൊണ്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതേപോലെ C++നകത്ത് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ചില ഓപ്പറേറ്റേഴ്സ് ആണ്. ഡോട്ട് ഓപ്പറേറ്ററിന് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡോട്ട് സ്റ്റാർ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ഓപ്പറേറ്റർ, ഇതിനെ ഒന്നും നമുക്ക് C++നകത്ത് ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ C++ വാട്ട് ഈസ് എ കൺസ്ട്രക്ടർ വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്സ്? ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത കൺസ്ട്രക്ടറിന് പറയുന്ന പേരെന്താണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ചോയ്സ് ഏതൊക്കെയാണ്? കോപ്പി കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് നൺ ഓഫ് ദി എബോവ്. ഓക്കെ, കൺസ്ട്രക്ടർ വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്സിന് പറയുന്നത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്നാണ്. കൺസ്ട്രക്ടർ വിത്ത് ആർഗ്യുമെന്റ്സിനെയാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ കോപ്പീഡ് ഫ്രം അനദർ കൺസ്ട്രക്ടറിനെയാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇൻ C++ വാട്ട് ഈസ് എ കൺസ്ട്രക്ടർ വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു കോഡ് സ്നിപ്പറ്റ് ഉണ്ട്, ഒരു C കോഡ് ഉണ്ട്. ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ വേറൊരു കണ്ടീഷനും കൂടെ പറയിട്ടുണ്ട്. ഇന്റ് ഡേറ്റ ടൈപ്പ് ഈസ് ഓഫ് 2 bytes. If int data type is of 2 bytes, what is the output of the following C code? അപ്പൊ ഇതൊരു പോയിന്റർ കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു C കോഡാണ്. നമുക്ക് ഇവിടെ ഒരു അറേ തന്നിട്ടുണ്ട്, എ എന്നൊരു അറേ തന്നിട്ടുണ്ട്. എ എന്നൊരു അറേക്കകത്ത് 5 വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അറേ എന്ന് വരയ്ക്കാം. അഞ്ച് വാല്യൂസ് അല്ലേ? 1 2 3 4 5. ഈ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു അറേയാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന പോയിന്റർ ആണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇന്റ് സ്റ്റാർ ആണ്. ഇന്റ് സ്റ്റാർ PTR. ഇന്റ് എ എന്ന് പറഞ്ഞാൽ എ ഇസ് ആൻ ഇന്റിജർ വേരിയബിൾ. ഇന്റ് സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എ അല്ലേ? അപ്പൊ എ ഇസ് എ പോയിന്റർ വേരിയബിൾ. അങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന എന്താണ്? ഇന്റ് സ്റ്റാർ. ഇന്റ് സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ PTR ഇസ് എ പോയിന്റർ വേരിയബിൾ. എന്നിട്ട് ആ PTRലോട്ട് എന്താ അസൈൻ ചെയ്തിരിക്കുന്നു? അറേ നെയിം ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താ? നമ്മുടെ ഈ PTR കൊണ്ടാണ്, ഈ PTR ആരെയാ പോയിന്റ് ചെയ്യുന്നത്? ഈ അറേനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ PTR പോയിന്റ്സ് ടു ദിസ് അറേ. അതിനർത്ഥം PTRലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേയിലെ സ്റ്റാർട്ടിംഗ് വാല്യൂ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഏതാണോ അതാണ് PTRലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 0 ആണ്. ബൈ ഡിഫോൾട്ട് 0 അല്ലേ? 0 1 2 3 4 അല്ലേ? അപ്പോ ഇവിടെ PTR ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്താണ്? PTRലോട്ട് അസൈൻ ചെയ്യുന്നത് അറേയിലെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. അപ്പൊ PTR ഈസ് അസൈൻഡ് ആസ് 0. ഓക്കെ, എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? പ്രിന്റ് ഓഫ് %d സ്റ്റാർ PTR +1. സ്റ്റാർ ഓഫ് PTR +1. സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ PTR ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ ഞാനിപ്പോ സ്റ്റാർ PTR പറഞ്ഞാൽ എന്ത് വാല്യൂ എടുക്കും? ഈ 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ. 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ?
1. ഓക്കെ, ഇനിയിപ്പം ഞാൻ സ്റ്റാർ ഓഫ് ക്വസ്റ്റ്യൻ എന്താ, സ്റ്റാർ ഓഫ് PTR പ്ലസ് 1. സ്റ്റാർ ഓഫ് PTR പ്ലസ് 1, സ്റ്റാർ ഓഫ് PTR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, PTR 0, അപ്പൊ PTR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയും. സ്റ്റാർ PTR പ്ലസ് 1 എന്ന് പറയുമ്പോൾ സ്റ്റാർ ഓഫ് PTR പ്ലസ് 1 പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് സ്റ്റാർ ഓഫ് PTR പ്ലസ് 1. അപ്പം സ്റ്റാർ PTR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ രണ്ടാം PTR പ്ലസ് 1 പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ. ഇങ്ങോട്ടല്ലേ അത് പോയിന്റ് ചെയ്യുന്നത്, 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1. അപ്പൊ അവിടുത്തെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താ, 2. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്, 2. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർ PTR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പുതിയ അഡ്രസ്സിലേക്ക് ഡീറെഫറൻസ് ചെയ്യുന്നുണ്ട്. അപ്പം PTRന്റെ വാല്യൂ 0 ആണ്, അപ്പൊ PTR പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 വരും. സ്റ്റാർ ഓഫ് PTR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ A ഓഫ് 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്, A ഓഫ് 1ൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 2 ആണ്. ഇവിടെ ഈ ഒരു കോഡ് ഈ ഒരു സെന്റൻസ് തന്നിരിക്കുന്നത് നമ്മളെ ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ, ഇന്റ് ഡേറ്റ ടൈപ്പ് ഈസ് ഓഫ് 2 bytes, ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കോഡ്. ആ ഇന്റ് ഡേറ്റ ടൈപ്പ് ഓഫ് ഈസ് ഓഫ് 2 bytes എന്ന് പറയുന്നത് ഈ കോഡിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിലേക്ക് പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറലവന്റ് ആണ്. അത് നമ്മളെ ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ ഉള്ളൂ. ഇവിടെ ശരിക്കും PTR ഇൻക്രിമെന്റ് ചെയ്യുന്നു, ആ ഇൻക്രിമെന്റ് ചെയ്ത പൊസിഷനിലുള്ള വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നു. ഓക്കെ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് റിലവന്റ് ടു ദിസ് പർട്ടിക്കുലർ ലോജിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു കോഡാണ്, ഒരു C കോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഗെയിൻ നമുക്കൊരു അറേ ഉണ്ട്, ആ അറേയിലേക്ക് ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ അറേ ഒന്ന് വരയ്ക്കാം. അറേ ഞാൻ വരയ്ക്കുവാണേ. അറേക്കകത്ത് എന്തൊക്കെയുണ്ട്, 1 2 3 4 5. Okay, by default array index starts from 0. ഇനി അറേയിലേക്ക് ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ എന്ന് എങ്ങനെ തിരിച്ചറിയും, ഇന്റ് സ്റ്റാർ ആണ്. സോ ഇന്റ് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ, അത് ഈ അറേയിലോട്ട് ആണ്, ഈ അറേ വാല്യൂ അറേ നെയിം ആണ് അതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ P എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ആണ് ഈ അറേയിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, പ്ലസ് പ്ലസ് സ്റ്റാർ P. ഓക്കെ, അപ്പൊ P പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഈ അറേ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് Pയിലോട്ട് അസൈൻ ചെയ്തിരുന്ന വാല്യൂ എന്തായിരിക്കും, അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും Pയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അറേയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 0. സോറി, Pയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 0. ദെൻ സ്റ്റാർ P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, അതാണ് സ്റ്റാർ P. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ചോദിക്കുന്ന പ്ലസ് പ്ലസ് സ്റ്റാർ P അല്ലേ, ഇന്റ് സ്റ്റാർ P ഈക്വൽ ടു ARR, അറേയിലോട്ടാണ് സ്റ്റാർ P പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ അറേയിലെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ബൈ ഡിഫോൾട്ട് 0 ആണ്. ആ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലുള്ള വാല്യൂ എന്താണോ അതാണ് ഇന്റ് സ്റ്റാർ Pയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലെ വാല്യൂ എന്താ, 1. അപ്പോൾ ഇന്റ് സ്റ്റാർ P ഇസ് ഈക്വൽ ടു ARR എന്ന് പറയുമ്പം സ്റ്റാർ Pയിലോട്ട് എന്താണ് ആദ്യത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, അതാണ് നമ്മുടെ സ്റ്റാർ Pയിലോട്ട് വരുന്നത്, ദാറ്റ് ഈസ് 1. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, പ്ലസ് പ്ലസ് സ്റ്റാർ P. ഓക്കെ, പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോസ്റ്റ് ഇൻക്രിമെന്റും ഉണ്ട്, പ്രീ ഇൻക്രിമെന്റും ഉണ്ട്. ഓക്കെ, പ്ലസ് പ്ലസ് മുമ്പിലിട്ടാൽ അത് പ്രീ ഇൻക്രിമെന്റ്, പ്ലസ് പ്ലസ് ലാസ്റ്റ് ഇട്ടാൽ അത് പോസ്റ്റ് ഇൻക്രിമെന്റ്. ഓക്കെ, ഇപ്പൊ പ്ലസ് പ്ലസ് സ്റ്റാർ P എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, Pയിലിരിക്കുന്ന വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്തെടുക്കുക. ഓക്കെ, Pയിലിരിക്കുന്ന വാല്യൂ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്തെടുക്കുക. സ്റ്റാർ P ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ് ആൻഡ് ദെൻ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ്സ് ദ വാല്യൂ. ഓക്കെ, സ്റ്റാർ Pയിലിരിക്കുന്ന വാല്യൂ എന്താണ്, 0.
സ്റ്റാർ പിയിൽ ഇരിക്കുന്ന വാല്യൂ എന്താണ്? 0th പൊസിഷനിലുള്ള വാല്യൂ വിച്ച് ഈസ് 1. അപ്പൊ പ്ലസ് പ്ലസ് സ്റ്റാർ പി എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ് 1. പ്ലസ് പ്ലസ് 1 എന്ന് പറഞ്ഞ ആൻസർ എത്രയാ? 2. ഓക്കെ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന എന്താ? പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 3. പി പ്ലസ് ഈക്വൽ ടു 3 എന്നല്ലേ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പി ഈക്വൽ ടു പി പ്ലസ് 3. പി ഈക്വൽ ടു പി പ്ലസ് 3. പി പ്ലസ് 3 എന്ന് പറഞ്ഞാൽ പി ഈസ് മൂവ്ഡ് ടു 3 പൊസിഷൻസ് ഫോർവേഡ്. പി ഈസ് മൂവ്ഡ് ടു 3 പൊസിഷൻസ് ഫോർവേഡ്. ഇപ്പൊ പി എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? 0th പൊസിഷനിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. പി 3 പൊസിഷൻ ഫോർവേഡ് പോവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. അപ്പൊ പി എങ്ങോട്ട് മൂവ് ചെയ്തു? പി തേർഡ് പൊസിഷനിലോട്ട് മൂവ് ചെയ്തു. ഇങ്ങോട്ടായി ഇപ്പൊ പി മൂവ് ചെയ്തു. പി ഈക്വൽ ടു പി പ്ലസ് 3 എന്ന് പറഞ്ഞാൽ പി സ്റ്റോറി പോയിന്റ് ചെയ്തിരിക്കുന്ന 0th പൊസിഷനിലെ അറയിലോട്ടാണ്. അത് 3 പൊസിഷൻസ് മൂവ് ചെയ്ത് തേർഡ് പൊസിഷനിലോട്ട് പോയിന്റ് ചെയ്തു. ഇനി എന്താ പ്രിന്റ് ചെയ്യാൻ പറയുന്നത്? പ്രിന്റ് സ്റ്റാർ പി. ഇപ്പൊ പി പോയിന്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? തേർഡ് പൊസിഷനിൽ. അപ്പൊ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? തേർഡ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ. തേർഡ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ? തേർഡ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 4. ഓക്കെ. അപ്പൊ തേർഡ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 4 ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിന്റ് പെർസെന്റേജ് ഡി സ്റ്റാർ പി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ചോയ്സ് ബി 4. ഓക്കെ. ഇവിടെയും നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലസ് സ്റ്റാർ പ്ലസ് പ്ലസ് സ്റ്റാർ പി, പ്ലസ് പ്ലസ് സ്റ്റാർ പി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൊക്കേഷനിലെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു അല്ലെ? ഇപ്പൊ ഈ 1 2 2 3 4 എന്ന് പറഞ്ഞ അറേ എന്തായിട്ട് മാറും? 2 2 3 4 5 ആയിട്ട് മാറും അല്ലേ? ദെൻ പക്ഷെ ആ ഒരു കോഡും താഴെ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞ വാല്യൂയും തമ്മിൽ കോറിലേഷൻ ഒന്നുമില്ല. പോയിന്റർ 0ക്ക് പോയിന്റ് ചെയ്യും, 0th ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നു. പി ഈക്വൽ ടു പി പ്ലസ് 3 എന്ന് പറഞ്ഞാൽ അത് 3 പൊസിഷൻസ് മുന്നോട്ട് ഫോർവേഡ് മൂവ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ പി തേർഡ് പൊസിഷനിലോട്ട് പോയിന്റ് ചെയ്യും. തേർഡ് പൊസിഷനിലുള്ള വാല്യൂ സ്റ്റാർ പി വെച്ച് അങ്ങ് എടുക്കും. അപ്പൊ ആൻസർ 4. ഈ ഒരു ഇൻക്രിമെന്റ് പ്രീ ഇൻക്രിമെന്റ് ചെയ്യുന്നതും ഈ പ്രിന്റുമായിട്ട് യാതൊരു കോറിലേഷനും വരുന്നില്ല. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. സോ ഹിയർ ദ ആൻസർ ഈസ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ASCII കോഡ് ഓഫ് ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ എ. ASCII കോഡ് ഓഫ് ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എയുടെ ASCII കോഡ് എന്ന് പറയുന്നത് 65 ആണ്. അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 65. ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സിന്റെ അപ്പർ കേസ് ആൽഫബറ്റ്സിന്റെ ASCII വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 65ലാണ്. 65 മുതൽ 90 വരെയാണ് അപ്പർ കേസ് ആൽഫബറ്റ്സിന്റെ ASCII വാല്യൂ. അപ്പം അപ്പർ കേസ് എന്റെ ASCII വാല്യൂ 65 ആയിരിക്കും. അപ്പർ കേസ് ബിന്റെ ASCII വാല്യൂ 66 ആയിരിക്കും. ആൻഡ് സോ ഓൺ അണ്ടിൽ അപ്പർ കേസ് ഇസഡിന്റെ ASCII വാല്യൂ 90 ആയിരിക്കും. അതേപോലെ ലോവർ കേസ് ലെറ്റർ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് ആണെങ്കിൽ അതിന്റെ ASCII വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 97 മുതലാണ്. അപ്പൊ സ്മോൾ ലെറ്റർ എയുടെ ASCII വാല്യൂ 97 ആണ്. അണ്ടിൽ സ്മോൾ ലെറ്റർ ഇസഡ് 122. ക്യാപിറ്റൽ ലെറ്റർ എയുടെ 65 അണ്ടിൽ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് 90. സ്മോൾ ലെറ്റർ എയുടെ 97 അണ്ടിൽ സ്മോൾ ലെറ്റർ ഇസഡ് 122. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ. ക്യാപിറ്റൽ ലെറ്റർ എ 65, സ്മോൾ ലെറ്റർ എ 97. അത് മാത്രം ഓർത്ത് ചെയ്താൽ നമുക്ക് പ്ലസ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. Then next question, the BCD equivalent of decimal 15. 15 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന്റെ BCD stands for binary coded decimal. BCD എന്താണെന്ന് ചോദിച്ചാൽ ബൈനറി കോഡഡ് ഡെസിമൽ ആണ് BCD. അതിന്റെ ഡെസിമൽ വാല്യൂവിന്റെ ഈക്വലന്റ് BCD ആണ് ചോദിച്ചിരിക്കുന്നത്. BCD നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഡെസിമലിനെയും 4 ബിറ്റ് ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതാണ് BCD കോഡ്. ഓക്കെ. നമുക്കറിയാലോ 8421 കോഡ് ഉണ്ട് അല്ലെ? 8421 കോഡ്.
8421 കോഡ് വെച്ചിട്ട് നമുക്ക് 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന്റെ 4-ബിറ്റ് ബൈനറി കോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 15 ആണ് നമ്മുടെ ഡെസിമൽ വാല്യൂ. അപ്പൊ ഇതിനകത്തെ ഓരോ ഡിജിറ്റിന്റെയും ബൈനറി കോഡ് എഴുതുന്നപ്പോഴാണ് BCD കോഡ് ആവുന്നത്. അപ്പൊ 1 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ബൈനറി കോഡ് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 8421 കോഡ് വെച്ചിട്ട് 8421 കോഡ് വെച്ചിട്ട് 1ന്റെ ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ 1 വരുന്ന സ്ഥലത്ത് നമ്മൾ ബൈനറി എന്ന് പറയുമ്പോൾ ഐദർ 0 ഓർ 1 ആണ്. അപ്പൊ 1ന്റെ സ്ഥലത്ത് നമ്മൾ 1 എഴുതും, ബാക്കി എല്ലായിടത്തും 0 എഴുതും. അപ്പൊ ഇവിടെ 1ന്റെ സ്ഥാനത്ത് 1 എഴുതും, ബാക്കി എല്ലായിടത്തും 0 എഴുതും. 4ന്റെ സ്ഥാനത്ത് 0 എഴുതും, 8ന്റെ സ്ഥാനത്തും 0 എഴുതും. അപ്പൊ 1 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0001. അടുത്ത 5 എന്ന് പറയുന്ന നമ്പറിന്റെ 5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ നോക്കാം. 5 പൊസിഷനിൽ 1 എഴുതണം, ബാക്കി 0 എഴുതണം. ഇവിടെ നമുക്ക് 5 പൊസിഷൻ ഉണ്ടോ? ഇല്ല, 5 പൊസിഷൻ ഇല്ലല്ലോ. 8, 4, 2, 1 അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതൊക്കെ കൂട്ടിയാലും 5 വരും. നോക്കിക്കേ, 8 അല്ലല്ലോ, 4ന്റെ കൂടെ 2 കൂട്ടിയാൽ 6 വരും, 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5 വരും. അപ്പൊ 4ഉം 1ഉം കൂടെ ചേർന്നാലാണ് 5 വരുന്നത്. അപ്പൊ 4ന്റെയും 1ന്റെയും പൊസിഷനിൽ 1 എഴുതുക, ബാക്കി 2 പൊസിഷനിലും 0 എഴുതുക. ഓക്കെ, 1ന്റെ പൊസിഷനിൽ നമ്മൾ 1 എഴുതും. 2 നമുക്ക് 5ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. 4ഉം 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് 5 വരുന്നത്. 8ന്റെ ആവശ്യമില്ല. അപ്പൊ ആവശ്യമുള്ള ഡിജിറ്റ്സിന്റെ അവിടെ 1 എഴുതുന്നു, ബാക്കി 0 എഴുതുന്നു. അപ്പൊ 5ന്റെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0101. 1ന്റെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0001. ഓക്കെ, അപ്പൊ 15 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് BCD ഈക്വലന്റ് വാല്യൂ എന്താണ്? ഈ 15നകത്ത് 1ഉം 5ഉം അല്ലേ ഉള്ളത്. അപ്പൊ 1ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ നമ്മൾ എഴുതുന്നു. 1ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂവും കൂടെ നമ്മൾ എഴുതുന്നു. Okay, so this is the equivalent binary representation of a decimal value 15. ഇതേപോലെ ഏത് ഡെസിമൽ വാല്യൂ തന്നാലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതാ നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഏതാ? 00010101. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 00010101 ഇതാണ് ആൻസർ. Next question, which prefix is used to denote a variable in PHP? PHP language, PHP ഒക്കെ നമുക്ക് എന്തിനാണ്? വെബ് റിലേറ്റഡ് അല്ലെ, വെബ് പ്രോഗ്രാമിംഗിലൊക്കെ വരുന്ന ലാംഗ്വേജ് ആണ് PHP. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഫ്രണ്ട് എൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് PHP യൂസ് ചെയ്യുന്നത്. PHPക്ക് അകത്ത് വിച്ച് പ്രിഫിക്സ് ഈസ് യൂസ് ടു ഡിനോട്ട് എ വേരിയബിൾ ഇൻ PHP? PHPക്ക് അകത്ത് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് വേരിയബിൾ ഏതാണ്? ഡോളർ സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. PHP എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓൾ വേരിയബിൾസ് ആർ ഡിനോട്ടഡ് ബൈ എ ലീഡിംഗ് ഡോളർ സിമ്പൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ എ ആണ് കറക്റ്റ്. Then next question, a class which cannot be inherited. Inherit ചെയ്യാൻ പറ്റാത്ത ക്ലാസ് ഏതാണ്? A class which cannot be inherited. ഒരു സ്റ്റാറ്റിക് ക്ലാസ് അല്ല ആണോ, ടെംപ്ലേറ്റ് ക്ലാസ് ആണോ, അബ്സ്ട്രാക്ട് ക്ലാസ് ആണോ, ഫൈനൽ ക്ലാസ് ആണോ? ഒരു ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ് ഫൈനൽ ക്ലാസ് ആണ്. ഓക്കെ, ഫൈനൽ ക്ലാസ് cannot be inherited. ഫൈനൽ ക്ലാസ്സിനെ നമുക്ക് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസിൽ ഇപ്പൊ C++, ജാവ, C#, അങ്ങനത്തെ ഒരുപാട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ഉണ്ടല്ലോ. അപ്പൊ ജാവയിലൊക്കെ നമ്മൾ ഈ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഡിക്ലെയർ എ ക്ലാസ് ദാറ്റ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ്. ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യാനാണ് നമ്മൾ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത ക്ലാസ്സിനെ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
Next question, which is the default port number of HTTP? HTTP എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഈ HTTP പ്രോട്ടോകോൾ എന്താ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ http://www.google.com അങ്ങനെയൊക്കെ അല്ലേ കാണും നമ്മളൊരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ആ HTTP പ്രോട്ടോകോളിന്റെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, HTTPയുടെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. HTTPയുടെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സി. അപ്പൊ അതേപോലെ 25 എന്ന് പറയുന്നത് SMTP പ്രോട്ടോകോളിന്റെ പോർട്ട് നമ്പർ ആണ്. 22 എന്ന് പറഞ്ഞ SSHന്റെ പോർട്ട് നമ്പർ ആണ്. 53 എന്ന് പറയുന്നത് DNSന്റെ പോർട്ട് നമ്പർ ആണ്. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് HTTPയുടെ പോർട്ട് നമ്പർ എത്രയെന്നാണ്. HTTPയുടെ പോർട്ട് നമ്പർ എത്രയാണ്? 80. 25 എന്ന് പറയുന്നതോ ഏതിന്റെ പോർട്ട് നമ്പർ ആണ്? SMTPയുടെ പോർട്ട് നമ്പർ ആണ് 25. 22 എന്ന് പറഞ്ഞ SSHന്റെ പോർട്ട് നമ്പർ ആണ്. 53 എന്ന് പറയുന്നത് DNSന്റെ പോർട്ട് നമ്പർ ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 80. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അൺവെയ്റ്റഡ് കോഡ്സ്? Which of the following are unweighted codes? Unweighted code എന്ന് പറഞ്ഞാൽ എന്താണ്? Unweighted code എന്ന് പറയുന്നത് are that do not have പൊസിഷണൽ വെയ്റ്റ്സ്. പൊസിഷണൽ വെയ്റ്റ്സ് ഇല്ലാത്ത കോഡിനെയാണ് അൺവെയ്റ്റഡ് കോഡ് എന്ന് പറയുന്നത്. പൊസിഷണൽ വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ നേരത്തെ ഒരു BCDന്റെ ക്വസ്റ്റ്യൻ കാണിച്ചില്ലേ, അതിനകത്ത് നമ്മൾ 84 സോറി ആ ക്വസ്റ്റ്യൻ ഇവിടെ ഇതിനകത്ത് നമ്മളൊരു 8421 കോഡ് വെച്ചിട്ടല്ലേ, അതായത് പൊസിഷൻ, ഓരോ പൊസിഷനിലും ഉള്ള വെയിറ്റ് കാണുന്നല്ലോ, 8421 കോഡ് കാണിച്ചില്ലേ, ഇത് വെച്ചാണല്ലോ നമ്മൾ BCD ഇക്വലന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റഡ് കോഡാണ്. അങ്ങനെ പൊസിഷണൽ വെയിറ്റ് ഇല്ലാത്ത കോഡിനെയാണ് നമ്മൾ അൺവെയ്റ്റഡ് കോഡ് എന്ന് പറയുന്നത്. Okay, unweighted codes are codes that do not have positional weights. Weighted codes are those where each bit position has a specific weight. അത് നമ്മളുടെ ഓരോ ബിറ്റ് പൊസിഷൻ ഒരു സ്പെസിഫിക് വെയിറ്റ് പറഞ്ഞല്ലോ, 8421 കോഡ് എന്നൊക്കെ, അതൊക്കെയാണ് വെയ്റ്റഡ് കോഡ്. അങ്ങനത്തെ പൊസിഷണൽ വെയിറ്റ് ഇല്ലാത്ത കോഡിനെയാണ് അൺവെയ്റ്റഡ് കോഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിള് ഗ്രേ കോഡാണ്. ഗ്രേ കോഡാണ്. ഗ്രേ കോഡിൽ എങ്ങനെയാണ്? കൺസിക്യൂട്ടീവ് വാല്യൂസ് ഡിഫർ ബൈ ഓൺലി 1 ബിറ്റ് വെച്ച് കൺസിക്യൂട്ടീവ് വാല്യൂസ് ഡിഫർ ചെയ്യത്തുള്ളൂ ഗ്രേ കോഡിൽ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അൺവെയ്റ്റഡ് കോഡ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാണ്? ഗ്രേ കോഡ്. BCD വെയ്റ്റഡ് കോഡാണ്. ഹെക്സാഡെസിമൽ ഓക്കെ, BCD വെച്ചിട്ടാണല്ലോ നമുക്ക് ഡെസിമൽ വാല്യൂസും ഹെക്സാഡെസിമൽ വാല്യൂസും എല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. വെയ്റ്റഡ് കോഡാണ്. എപ്സിഡിക്കും വെയ്റ്റഡ് കോഡാണ്. അൺവെയ്റ്റഡ് കോഡ് എന്ന് പറഞ്ഞ ഏതാണ്? ഗ്രേ കോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ ഇൻപുട്ട്, ഒരു ബൈനറി ഇൻപുട്ട് തന്നിട്ടുണ്ട്, അതിനെ എക്സോർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എക്സോർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഇതുണ്ടല്ലോ, ട്രൂത്ത് ടേബിളിനകത്ത് നമുക്ക് പല ഓർ, ആൻഡ്, നോട്ട്, എക്സോർ അങ്ങനെ പല ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിനെ ആ നമ്പറിലോട്ട് തന്നെ എക്സോർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, എക്സോർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിട്ടേൺസ് 1 if the 2 bits are different and it returns 0 if the bits are same. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബൈനറി വാല്യൂ ആ ബൈനറി വാല്യൂവിനോട് തന്നെ എക്സോർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സോർ ചെയ്യുന്ന രണ്ട് വാല്യൂസ്, ആ കറസ്പോണ്ടിങ് ബിറ്റ്സ് ഡിഫറെന്റ് ആണെങ്കിൽ 1 വരും, കറസ്പോണ്ടിങ് ബിറ്റ്സ് സെയിം ആണെങ്കിൽ 0 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് A XOR A എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന വാല്യൂവിന് എക്സോർ അതേ വാല്യൂ തന്നെ, ഈ പ്ലസ് വിത്ത് സർക്കിൾ സിമ്പിൾ, ഇതാണ് നമ്മൾ എക്സോറിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ. പ്ലസ് വിത്ത് സർക്കിൾ, ഒരു സർക്കിളിനകത്ത് പ്ലസ് എഴുതുന്നതാണ് എക്സോറിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പൊ അത് അതിന്റെ കറസ്പോണ്ടിങ് ബിറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ആൻസർ 1 വരും, രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ 0 വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ലാസ്റ്റ് 0യും അതിന്റെ കറസ്പോണ്ടിങ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് 0, അത് രണ്ടും കൂടെ എക്സോർ ചെയ്ത സെയിം വാല്യൂസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ എപ്പോഴും ഇതിന് കറസ്പോണ്ടിങ് വാല്യൂ വരുന്ന അതേ സെയിം വാല്യൂ തന്നെയാണ്. കാരണം ആ നമ്പറിനെ ആ നമ്പറിലോട്ടാണ് എക്സോർ
എക്സോർ ചെയ്യുന്നത്. അപ്പം നമ്പർ എക്സോർ വിത്ത് ദ സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആൻസർ 0 ആയിരിക്കും വരുന്നത്. അപ്പൊ ഓക്കെ, എ നമ്പർ when a number is XORed with itself, ആ നമ്പറിനെ അതുമായിട്ട് എക്സോർ ചെയ്യുമ്പോൾ എവരി ബിറ്റ് കമ്പയർ വിത്ത് പർട്ടിക്കുലർ ഐഡന്റിറ്റി ആഡ് ചെയ്യുന്ന രണ്ട് ബിറ്റും ഡിഫറെന്റ് ആണെങ്കിലാണ് 1 വരുന്നത്, 0 ആണ് സെയിം ആണെങ്കിൽ 0 ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്പർ എക്സോർ വിത്ത് ദ സെയിം നമ്പർ വിൽ ഓൾവേസ് ഗിവ്സ് ദ വാല്യൂ 0. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇതാണ് നമ്മുടെ ആൻസർ, ബി ആണ് നമ്മുടെ സൊല്യൂഷൻ. Next question, which of the following data structures is best suited to match parenthesis in evaluating an arithmetic expression? ഒരു arithmetic expressionനകത്ത് പാരാന്തസിസ് ഉണ്ടാവും. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ പാരാന്തസിസ് മാച്ച് ചെയ്യാനായിട്ട് ഏത് ഡേറ്റ സ്ട്രക്ചർ ആണ് സ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ലിങ്ക് ലിസ്റ്റ് ആണോ, ലിസ്റ്റ് ആണോ, ക്യൂ ആണോ, സ്റ്റാക്ക് ആണോ എന്നുള്ളത്. നമ്മുടെ ആൻസർ എന്താണ്? സ്റ്റാക്ക് ആണ്. സ്റ്റാക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ബാലൻസ്ഡ് പാരാന്തസിസ് ചെയ്യുക എന്ന് പറയുന്നത്. സ്റ്റാക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇറ്റ്സ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് വരുവാണെങ്കിൽ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യും. ദെൻ ഒരു ക്ലോസിംഗ് പാരാന്തസിസ് വരുമ്പം സ്റ്റാക്കിനകത്തുനിന്ന് പോപ്പ് ചെയ്യും. അങ്ങനെ ഫൈനലി സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ പാരാന്തസിസ് മാച്ച്ഡ് ആയി എന്നാണ് അതിന്റെ മീനിങ്. അപ്പം പാരാന്തസിസ് ബാലൻസ്ഡ് പാരാന്തസിസ് ചെയ്യുന്നത് സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റാക്ക്. Next question, ARP. ARP is used for resolving. ARP എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോകോൾ. അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ARP ഈസ് യൂസ് ടു കൺവേർട്ട് ആൻ IP അഡ്രസ് ടു MAC അഡ്രസ്. IP അഡ്രസ്സിനെ MAC അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ARP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ MAC അഡ്രസ്സിനെ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് RARP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ARP is used to convert IP address to MAC address. IP അഡ്രസ്സിനെ കറസ്പോണ്ടിങ് MAC അഡ്രസ്സുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ARP അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ഒരു TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിന്റെ ഒരു കീ പാർട്ടാണ്. പിന്നെ ARP പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഡേറ്റാ ലിങ്ക് ലെയറിലാണ് ARP പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. അത് ഡേറ്റാ ലിങ്ക് ലെയറിന്റെയും നെറ്റ്വർക്ക് ലെയറിന്റെയും ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ഈ ARP പ്രോട്ടോകോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ലെയർ 2 ആണ്. ലെയർ 1 എന്ന് പറഞ്ഞ ഫിസിക്കൽ ലെയർ, ലെയർ 2 എന്ന് പറയുന്നത് ഡേറ്റാ ലിങ്ക് ലെയർ, ലെയർ 3 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കീ കൺസെപ്റ്റ് ആണ് OSI ലെയേഴ്സ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റും കൂടെയാണ്. OSI ലെയേഴ്സ് 7 ലെയേഴ്സ് വരുന്നുണ്ട്. സോ അതിനകത്ത് സെക്കൻഡ് ലെയർ ഡേറ്റാ ലിങ്ക് ലെയറിലെയും തേർഡ് ലെയർ നെറ്റ്വർക്ക് ലെയറിന്റെയും ഒരു ഇന്റർഫേസ്, ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ടാണ് നമ്മുടെ ARP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു കൺവേർട്ട് IP അഡ്രസ് ടു MAC അഡ്രസ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? IP to MAC ആണ് ARP പ്രോട്ടോകോൾ ചെയ്യുന്നത്. Next question, the language used to design web pages for a website. ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? C++, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഫോർട്ടാനും അഡയും ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഒരു വെബ് ബേസ്ഡ് ലാംഗ്വേജ് ആണ് HTML. HTML is used to design web pages. HTML stands for Hypertext Markup Language. Hypertext Markup Language. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? അല്ലെ, നമ്മുടെ ലോജിക് ഡിസൈൻ സബ്ജക്റ്റിനകത്ത് പല ഗേറ്റ്സും പഠിക്കുന്നുണ്ട്. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, കോമ്പിനേഷൻ വരും. നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് ഒക്കെ. ഇതിൽ യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നുള്ളതാണ്. ഓറും ആൻഡും നോട്ടും ഒക്കെ ബേസിക് ഗേറ്റ്സ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, NAND ഗേറ്റ്. വേറെ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ് നോർ ഗേറ്റ്. ഓക്കെ, നാൻഡും നോറും ഒക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ആൻഡ് ഓർ നോട്ട് ഒക്കെ ബേസിക് ഗേറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, XML സ്റ്റാൻഡ്സ് ഫോർ.
XML സ്റ്റാൻഡ്സ് ഫോർ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ എന്നുള്ളതാണ്. എക്സ്റ്റെൻഡഡ് മിഡിൽ ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻഡഡ് മീഡിയം ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻസിബിൾ മോഡൽ ലാംഗ്വേജ് ആണോ? ഇതെന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XML എന്ന് പറയുന്നത്. ഈ എക്സ് രണ്ടാമത്തെ വാക്കാണ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അവിടെ ഇ എന്ന് പറയുന്നത് സൈലന്റ് ആണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ അവിടെ സൈലന്റ് ആണ്. സോ എക്സ് സ്റ്റാൻഡ്സ് ഫോർ extensible, M stands for markup, and L stands for language. So XML stands for extensible markup language. Next question, which of the following is a software development life cycle model? SDLC, software development life cycle model ഏതാണെന്നുള്ളതാണ്. ഡേറ്റ വെയർഹൗസ്, ഡേറ്റ മോഡൽ, വാട്ടർഫോൾ മോഡൽ ആൻഡ് ഡേറ്റ മാർട്ട്. ഇതിനകത്ത് ഒരു SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത് വാട്ടർഫോൾ മോഡലാണ്. ബാക്കി മൂന്നും ഡേറ്റ വെയർഹൗസും ഡേറ്റ മോഡൽ, ഡേറ്റ മാർട്ട്, ഇതൊന്നും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജീസ് അല്ല. വാട്ടർഫോൾ മോഡലാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽ. വേറെ പല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽസ് ഉണ്ട്. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ മോഡൽ, ദെൻ റാഡ് മോഡൽ, അജൈൽ മോഡൽ, അങ്ങനെ പല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽസും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർഫോൾ മോഡൽ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഡേറ്റ വെയർഹൗസ്, ഡേറ്റ മോഡൽ, ഡേറ്റ മാർട്ട്, അതൊന്നും നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളായിട്ട് റിലേറ്റ് ചെയ്തതല്ല. അതെല്ലാം ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി മൂന്ന് ഓപ്ഷൻസും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? വാട്ടർഫോൾ മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് പ്രോട്ടോകോൾസും തന്നിട്ടുണ്ട്. ആ പ്രോട്ടോകോൾസ് ഏത് ലെയറിലാണ് വർക്ക് ചെയ്യുന്നതെന്നും തന്നിട്ടുണ്ട്. ഇതിനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞത്. എഗെയിൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്കറിയാം OSI ലെയേഴ്സ് ഏതൊക്കെയാണ്. 7 OSI ലെയേഴ്സ് ഉണ്ട്, 7 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെ? ഫിസിക്കൽ ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, then network layer, then transport layer, then session layer, then presentation layer and application layer. അങ്ങനെ 7 layers ഉണ്ട്. physical layer, data link layer, network layer, transport layer, session layer, presentation layer and application layer. ഈ ഓരോ പ്രോട്ടോകോൾസും ഏത് ലെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, SMTP എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലൊക്കെ സെൻഡ് ചെയ്യുന്നില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ മെയിൽ സെൻഡ് ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സിമ്പിൾ ലെയർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഈസ് ലിങ്ക്ഡ് ടു ബീൻ വർക്കിംഗ് ഇൻ ദി ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ 6 ആണ്. 1 ബാക്ക് ചെയ്യുന്ന 6ലേക്കാണ്. അടുത്ത എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എൻക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഡേറ്റ ഫോർമാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് എൻക്രിപ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഡേറ്റ ഫോർമാറ്റിംഗ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? പ്രസന്റേഷൻ ലെയറിലാണ്. അപ്പൊ പ്രസന്റേഷൻ ലെയറിലാണ് ഡേറ്റ എൻക്രിപ്ഷൻ ഒക്കെ നടക്കുന്നത്. UDP എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. UDP എന്ന് പറയുന്നത് ഒരു യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. അത് നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറിലാണ് നടക്കുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് UDP. ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോട്ടോകോൾ ആണ് TCP. TCPയും UDPയും ഒക്കെ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. ദെൻ അതിനുശേഷം ഡേറ്റ സെൻഡ് ചെയ്ത് പോയിട്ട് ആ ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്യുന്നതാണ് പ്രസന്റേഷൻ ലെയറിൽ നടക്കുന്നത്. എന്നിട്ടാണ് ആപ്ലിക്കേഷൻ ലെയറിൽ ആപ്ലിക്കേഷൻസ് വഴിയിട്ട് നമ്മൾ ഡേറ്റ പോകുന്നത്. ദെൻ അടുത്ത ഓപ്ഷൻ ഏതാണ്? PPP എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ലിങ്ക് ലെയറിലാണ്. ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ 2 നോഡ്സ്. 2 നോഡ്സ് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് PPP യൂസ് ചെയ്യുന്നത്. അപ്പൊ PPP യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഡേറ്റ ലിങ്ക് ലെയറിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോ ലെയറിന്റെ കാര്യങ്ങളും ഓരോ ലെയറിലും വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, UDPയും TCPയും വർക്ക് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. SMTP, HTTP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, FTP ഒക്കെ വർക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. PPP പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത് ഡേറ്റാ ലിങ്ക് ലെയറിലാണ്. എൻക്രിപ്ഷൻ ഒക്കെ നടക്കുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. അപ്പൊ ഇവിടെ ആൻസർ നോക്കിയാൽ 1 is pointed to R, 2 to എൻക്രിപ്ഷൻ ഒക്കെ നമ്മുടെ പ്രസന്റേഷൻ RS, UDP ട്രാൻസ്പോർട്ട് ലെയർ Q, PPP ഡേറ്റാ ലിങ്ക് ലെയർ P. അപ്പൊ RSQP ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. RSQP ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. എൻക്രിപ്ഷൻ ഡേറ്റ ഫോർമാറ്റിംഗിനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പ്രസന്റേഷൻ ലെയറിലാണ്. UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ, അത് ട്രാൻസ്പോർട്ട് ലെയറിലെ ഒരു കോർ പ്രോട്ടോകോൾ ആണ്, UDPയും TCPയും ഒക്കെ. ദെൻ PPP പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, അത് ഡേറ്റാ ലിങ്ക് പ്രോട്ടോകോൾ ആണ്. എന്തിനാണ്? യൂസ് ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ടു നോഡ്സ്. അപ്പൊ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഇസ് RSQP. Next question. In the context of modular software design, which one of the following combinations is desirable? In the context of modular software design, which one of the following combinations is desirable? High cohesion, high coupling, high cohesion, low coupling, low cohesion, high coupling, and low cohesion, ലോ കപ്ലിംഗ്. ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ഇതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ ഒരു മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹൈ കൊഹിഷൻ ആയിരിക്കണം, ലോ കപ്ലിംഗ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഓർത്ത് വരും ഒരു ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് ഹൈ കൊഹിഷനും ലോ കപ്ലിങ്ങും. ഓക്കെ, ഇത് നമ്മളിങ്ങനെ അത് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമാണ്. ഹൈ കൊഹീഷൻ ആയിരിക്കണം, ലോ കപ്ലിംഗ് ആയിരിക്കണം. എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഹൈ കൊഹീഷൻ, ലോ കപ്ലിംഗ് ആയിരിക്കണം. ഓക്കെ, ഹൈ കൊഹീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? എലമെന്റ്സ് വിത്തിൻ എ മോഡ്യൂൾ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഒരു മോഡ്യൂളിനകത്തുള്ള എലമെന്റ്സ് ഒക്കെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ പല പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു മോഡ്യൂളിനകത്തുള്ള എലമെന്റ്സ് എല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം. എന്നിട്ട് അതൊരു ഒരു സിംഗിൾ ടാസ്കിനെ ഫോക്കസ് ചെയ്തതായിരിക്കണം. അതാണ് ഹൈ കൊഹീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലോ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ മോഡ്യൂൾസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓരോ മോഡ്യൂളും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓൾ മോഡ്യൂൾസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, അതാണ് ലോ കപ്ലിംഗ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഹൈ കൊഹിഷനും ലോ കപ്ലിംഗും ആണെങ്കിലാണ് അത് ഒരു ഗുഡ് ഡിസൈൻ ആവുക. അപ്പൊ ഒരു ഗുഡ് ഡിസൈന് വേണ്ടിയിട്ട് ഓർത്തിരിക്കുന്ന കീ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ കൊഹിഷൻ, ലോ കപ്ലിംഗ്. ഓക്കെ, അപ്പൊ ഈ ഇതിനകത്ത് ഏതാണ് നമ്മുടെ ആൻസർ? ഹൈ കൊഹിഷൻ, ലോ കപ്ലിംഗ്. ചോയ്സ് ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമ്മള് ഈ ഒരു PYQ ഡിസ്കഷനകത്ത് കുറച്ച് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഫോക്കസ് ചെയ്തു, C ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോക്കസ് ചെയ്തു, കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തു, ദെൻ വെബ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ലോജിക് ഡിസൈൻ ഫോക്കസ് ചെയ്തു. അങ്ങനത്തെ എല്ലാ കമ്പ്യൂട്ടർ സയൻസിലെ എല്ലാ കോർ ഏരിയാസിനും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ PYQ ഡിസ്കഷൻസുമായിട്ട് ഇനി ഫർദർ വരുന്നതായിരിക്കും. താങ്ക് യു.